എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠനത്തിൻ്റെ വിജയം ഇരിക്കുന്നത് എന്തൊക്കെ പഠിക്കുന്നു എന്നുള്ളതിലല്ല, ആദ്യ ദിവസം മുതൽ ആദ്യ നിമിഷം മുതൽ ഒരു ബിസിനസ്സിൻ്റെ ആഡ്സ് ലൈവായി റൺ ചെയ്ത് മാത്രമേ പഠിക്കാവൂ. ഈ ക്ലയൻസിൻ്റെ മാർക്കറ്റിങ്ങിനായി പ്രായോഗികമായി ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക. അതുകൊണ്ട് ഞങ്ങളുടെ കോഴ്സിൻ്റെ ആദ്യ ലക്ഷ്യം നിങ്ങളെ വരുമാനവും സ്ഥിരതയും ഉള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ്. 100% റീഫണ്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ തരുന്നതായിരിക്കും. നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആദ്യം പരിശോധിക്കുക സിലബസ് അല്ലെങ്കിൽ കരിക്കുലം എന്തായിരിക്കും എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, SEO, PPC, മെറ്റാ ആഡ്സ് പോലെയുള്ള പല തലക്കെട്ടുകളിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് കോഴ്സ് നടത്തുന്നവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠനത്തിൻ്റെ വിജയം ഇരിക്കുന്നത് എന്തൊക്കെ പഠിക്കുന്നു എന്നുള്ളതിലല്ല, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളിടത്താണ്. ഉദാഹരണത്തിന് മെറ്റാ ആഡ്സ് എടുക്കുക. എന്താണ് മെറ്റാ ആഡ്സ്? എന്താണ് ആഡ്സ് മാനേജർ? ഏതൊക്കെ തരത്തിലുള്ള ആഡ്സ് റൺ ചെയ്യാൻ സാധിക്കും? എങ്ങനെയൊക്കെയാണ് അത് റൺ ചെയ്യേണ്ടത് എന്ന് വിശദീകരിക്കുന്ന മണിക്കൂറുകളോളം നീണ്ട ക്ലാസ്സോ റെക്കോർഡഡ് വീഡിയോസോ ആയിരിക്കും നിങ്ങളുടെ ട്രെയിനിങ്ങിന് ലഭ്യമാക്കി തരുന്നത്. പക്ഷെ അങ്ങനെയാണോ ശരിക്കും പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം നിങ്ങൾ മെറ്റാ ആഡ്സ് പഠിക്കുകയാണെങ്കിൽ ആദ്യ ദിവസം മുതൽ ആദ്യ നിമിഷം മുതൽ ഒരു ബിസിനസ്സിൻ്റെ ആഡ്സ് ലൈവായി റൺ ചെയ്ത് മാത്രമേ പഠിക്കാവൂ. അങ്ങനെ അല്ലാതെ വേറെ ഏത് രൂപത്തിൽ പഠിച്ചിട്ടും നിങ്ങൾക്ക് ഒരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ട്രെയിനിങ്ങുകളും കോഴ്സുകളും ക്ലാസ്സുകളും റെക്കോർഡഡ് വീഡിയോസും നിങ്ങൾക്ക് പഠിക്കാനായി തരുന്നത്? ഒരുപാട് ട്രെയിനീസിൽ നിന്ന് ഫീസ് നേടണം എങ്കിൽ, ഒരുപാട് പേരെ ഒരേ സമയം പഠിപ്പിക്കണമെങ്കിൽ എല്ലാവർക്കും ക്ലയൻസിനെ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് അത്ര ലാഭകരമല്ല. മാത്രമല്ല, വരുന്ന ഓരോ സ്റ്റുഡൻറ്റിനും പഠിക്കാൻ വേണ്ടി ആദ്യ ദിവസം മുതൽ തന്നെ ക്ലയൻസിനെ കൊടുക്കുന്ന സംവിധാനവും ശീലവും എവിടെയും ഇല്ല. അതുകൊണ്ട് കോഴ്സ് നടത്തുന്നവർക്കും ട്രെയിനിങ് നടത്തുന്നവർക്കും എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്ന് വിശദീകരിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാക്കി തരിക എന്നുള്ളത്. കഴിഞ്ഞ 5 വർഷമായി 30 ലക്ഷത്തോളം രൂപ ചെലവാക്കിക്കൊണ്ട് ലോകത്തുള്ള പലതരം കോഴ്സുകളിൽ പങ്കെടുത്തിട്ടുള്ളവനാണ് ഞാൻ. അതിൽ നിന്നെല്ലാം പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിലവിലുള്ള ട്രെയിനിങ് സംവിധാനങ്ങളുടെ പോരായ്മകൾ മനസ്സിലാക്കി എങ്ങനെ പഠിച്ചാലാണ് ഒരാൾക്ക് ഏറ്റവും വേഗതയിൽ കഴിവുകൾ നേടാൻ സാധിക്കുക, ആ കഴിവുകൾ എഫക്റ്റീവായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒരുക്കിയിട്ടുള്ള ട്രെയിനിങ് സംവിധാനത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഞങ്ങളുടെ ട്രെയിനിങ് സംവിധാനത്തിൽ ചേരുന്ന വ്യക്തികൾക്ക് ആദ്യ ദിവസം മുതൽ ക്ലയൻസിനെ അസൈൻ ചെയ്യുന്നതായിരിക്കും. ഈ ക്ലയൻസിൻ്റെ മാർക്കറ്റിങ്ങിനായി പ്രായോഗികമായി ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക. അങ്ങനെ 3 മാസം കൊണ്ട് ക്ലയൻസിൻ്റെ മാർക്കറ്റിംഗ് സക്സസ്ഫുള്ളായി ചെയ്യാൻ എന്ന് മാത്രമല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ, സ്വന്തമായിട്ട് ഞങ്ങളുടെ നിരന്തരമായ ഇടപെടലില്ലാതെ ചെയ്തു തീർക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ ക്ലയൻസിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആയി കഴിഞ്ഞാൽ ആ ക്ലയൻസിനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഹാൻഡ് ഓവർ ചെയ്യും. അതായത് അവിടെ നിന്ന് അങ്ങോട്ട് ആ ക്ലയൻസിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് വരുമാനം നേടുന്നവരായിരിക്കും നിങ്ങൾ. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മുഴുവനായി പഠിക്കുക എന്ന് പറഞ്ഞത് പോസിബിൾ അല്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് വളരെയധികം ആഴങ്ങളുള്ള, വളരെയധികം വ്യാപ്തിയുള്ള വിഷയങ്ങളുടെ ഒരു കമ്പൈലേഷനാണ്. അതുകൊണ്ട് എല്ലാം പഠിക്കുക എന്ന് പറഞ്ഞതും എല്ലാം പഠിച്ചതിന് ശേഷം പണിക്ക് ഇറങ്ങുക, എല്ലാം പഠിച്ചതിന് ശേഷം അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഇതിൽ പോസിബിൾ അല്ല. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം വേണ്ടത് വരുമാനവും സ്ഥിരതയുമാണ്. കാരണം ആ വരുമാനവും സ്ഥിരതയും നേടിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഫർദർ പഠിക്കാനുള്ള സൗകര്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ കോഴ്സിൻ്റെ ആദ്യ ലക്ഷ്യം നിങ്ങളെ വരുമാനവും സ്ഥിരതയും ഉള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ്. ആ വരുമാനവും സ്ഥിരതയും നേടാൻ വേണ്ട മിനിമം കാര്യങ്ങൾ മാത്രമേ ആദ്യത്തെ 3 മാസം പഠിപ്പിക്കുകയുള്ളൂ.
ഒരു ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വരുമാനം നേടാൻ വേണ്ട മിനിമം കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ പഠിപ്പിക്കുകയുള്ളൂ, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ. അതേസമയം ചില ആളുകൾക്ക് ഇത് ചേർന്ന മേഖലയല്ല എന്നത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ അത് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം പണം ചിലവാക്കി പഠിച്ചു തുടങ്ങിയതിന് ശേഷം ഇത് തനിക്ക് ചേർന്ന മേഖലയല്ല എന്ന് തിരിച്ചറിയുന്നത് ഒരു നഷ്ടമായി അനുഭവിച്ചേക്കാം. കാരണം ഏത് മേഖലയാണ് തനിക്ക് ചേർന്നത് എന്ന അടുത്ത അന്വേഷണത്തിലേക്ക് പോകേണ്ട ഒരു വ്യക്തിക്ക് അതിനുള്ള പണം ഇവിടെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് കരിയറിൻ്റെ തുടക്കത്തിൽ അത്ര സുഖകരമായിട്ടുള്ള ഒരു സംഗതിയല്ല, അനുഭവത്തിൽ നിന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിന് ചേർന്നതിന് ശേഷം ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഇത് നിങ്ങൾക്ക് ചേർന്ന കോഴ്സല്ല, ഇത് നിങ്ങൾക്ക് പറ്റിയ മേഖലയല്ല, നിങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിൽ ഇത് പഠിച്ചെടുക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള പണികളല്ല ഇതിലുള്ളത് എന്ന് തിരിച്ചറിയുകയോ നിങ്ങൾക്ക് പറ്റിയ മേഖലയല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയോ ചെയ്യുകയാണെങ്കിൽ 100% റീഫണ്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ തരുന്നതായിരിക്കും. ആ പണം ഞങ്ങൾ എടുക്കാനുള്ളതല്ല, നിങ്ങളുടെ യാത്ര തുടരാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ട പണമാണ്. അതുകൊണ്ട് തന്നെ 100% കോൺഫിഡൻസോടുകൂടി ചേർന്ന് കഴിഞ്ഞാൽ കൃത്യമായി വരുമാനം ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ തന്നെ പഠിക്കാം എന്ന ഉറപ്പോടെ, പഠിച്ചു കഴിഞ്ഞാൽ വരുമാനം നേടാൻ വേണ്ട ക്ലയൻസും ലഭിക്കും എന്ന ഉറപ്പോടെ ഈ കോഴ്സിന് നിങ്ങൾക്ക് ചേരാം. കൂടുതൽ വിവരങ്ങൾക്കായി താഴെയുള്ള ബട്ടൺ അമർത്തും. താങ്ക് യു വെരി മച്ച്.